നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശകലനം പല മട്ടിൽ പല കോണിൽ നിന്ന് പല തരത്തിൽ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ വ്യത്യസ്തമായൊരു ആകാംക്ഷ ബാക്കിയായിട്ടുണ്ടായിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ അധികം മാസമില്ലാത്ത കാലത്ത് നിൽക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ ഏത് തരത്തിലുള്ള മേൽക്കൈയാണ് ഉണ്ടായിട്ടുള്ളത്, ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് മുന്നണികൾക്കുണ്ടായിട്ടുള്ളത് എന്നൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനം ഇന്ന് മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കണക്കാണ്, നമ്മൾ വിശകലനം ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയിലൂടെ വന്നത്. ഏറ്റവും പ്രധാനം, നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരാനിരിക്കുന്ന ഘട്ടത്തിൽ രണ്ട് സുപ്രധാന തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ കടന്നുപോയിട്ടുള്ളത്. ഒന്ന് ലോക്സഭ, മറ്റൊന്ന് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തിരിച്ചടി CPM-നെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു. ആ LDF-നെ ആകെ സംബന്ധിച്ച് ആ സാഹചര്യത്തെ കുറെ കൂടി മെച്ചപ്പെടുത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു. എന്നാൽ ഇത് ഒരു തരംഗ സ്വഭാവമുള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം. തരംഗ സ്വഭാവമുള്ളതല്ല. UDF-ന് താരതമ്യേന മെച്ചപ്പെട്ട നിലയിൽ സീറ്റ് വർധന ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ തരംഗ സ്വഭാവമുള്ളതല്ല എന്ന് സമർത്ഥിക്കാനാണ് നമുക്ക് ഈ വീഡിയോയിൽ ഈ കണക്കുകൾ നമ്മൾ ആശ്രയിക്കുന്നത്. മനോരമയുടെ കണക്ക്, മനോരമയുടെ വാർത്ത, നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള വോട്ട് കണക്കിൽ UDF-ന് നേട്ടം എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ UDF-ന് നേട്ടമാണ്. പക്ഷേ ആ നേട്ടം ഒരു തരംഗ സ്വഭാവത്തിലുള്ളതല്ല. ഈ LDF-ന് ഒരു പ്രതീക്ഷ അവർക്ക് നൽകുന്നത് കൂടിയാണ്. നമുക്ക് ആദ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില എങ്ങനെയാണെന്ന് നോക്കാം. അത് UDF-ന് 41 സീറ്റാണ് ഉണ്ടായിരുന്നത്. LDF രണ്ടാം പിണറായി സർക്കാർ തരംഗ സ്വഭാവത്തിലാണ് തിരിച്ചു വന്നത്. 99 സീറ്റാണ്, 140-ൽ 99. എന്നാൽ BJP-യുടെ അക്കൗണ്ട്, നിയമത്തുണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടുകയും ചെയ്തു എന്നുള്ള അസാധാരണമായ സന്ദർഭമാണ്. അതായത് 41-99 എന്ന സീറ്റ് നിലയാണ് ഉണ്ടായിരുന്നത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റ 20-ൽ 1 LDF, 1 BJP, 18 UDF എന്നതായിരുന്നല്ലോ സ്ഥിതി. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിലയുടെ അടിസ്ഥാനത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ അറിയുന്നതാണ്. ഞാനതൊന്ന് ഓർമ്മിപ്പിക്കാം. 2024 ലോക്സഭയിൽ UDF 110 സീറ്റിലാണ് മെജോറിറ്റി ഉണ്ടായിരുന്നത്. പക്കാ തരംഗ സ്വഭാവമുള്ളതാണ്. LDF-ന് വെറും 19 സീറ്റിലാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. NDAക്ക് 11 സീറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആകെ 140 മണ്ഡലത്തിൽ. ഈ അടിസ്ഥാനത്തിലുള്ള വോട്ട് നോക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാർലമെൻറ്റിൻ്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതി, NDAക്ക് ഓർമ്മിക്കണം 11 സീറ്റ്, LDF-ന് വെറും 19ആണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പം അതിനേക്കാളും വലിയ തിരിച്ചടി LDF-ന് ഏറ്റു, UDF-ന് മെച്ചമുണ്ടായി എന്നുള്ളതായിരുന്നു മാധ്യമങ്ങളുടെ നറേറ്റീവ്. എന്നാൽ ആ നറേറ്റീവ് ശരിയല്ല എന്നാണ് മനോരമയുടെ ഇന്നത്തെ വാർത്തയിലെ ഈ കണക്ക് വ്യക്തമാക്കുന്നത്. ഈ നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള സീറ്റ് വിഭജനം നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം മേൽക്കൈ ആർക്കാണ് എന്ന് മനോരമയുടെ കണക്കിലുണ്ട്. അത് UDF 80 സീറ്റ് മാത്രമാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് ഉണ്ടായിരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 80 സീറ്റാണ്. LDF-ന് 58 സീറ്റാണ്. NDAക്ക് വെറും 2 സീറ്റ് ആണ്. വട്ടിയൂർക്കാവും നിയമവുമാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് 99ആണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്യുവറായിട്ട് മുന്നോട്ട് പോവുകയാണ്. വെറും 80 സീറ്റേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം സീറ്റിൻ്റെ, സ്ഥാനാർത്ഥികളുടെ ഒക്കെ വ്യത്യാസം വീണ്ടും വരും. അപ്പോൾ 80 എന്ന് പറഞ്ഞാൽ 71 സീറ്റ് മതിയല്ലോ ഒരു സർക്കാർ ഉണ്ടാക്കാൻ. അപ്പോൾ 58 ഇപ്പം നിൽക്കുന്ന LDF-ന് വളരെ നാമമാത്രമായ സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ സർക്കാർ ഉണ്ടാക്കാം. UDF-ന് ഇതിൽ കൂടിയ സീറ്റ് നേടാം കേട്ടോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാണ്. പക്ഷേ തരംഗ സ്വഭാവത്തിലുള്ളതല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നുള്ളതാണ്. UDF-ന് 80, LDF-ന് 58, NDAക്ക് വെറും 2 സീറ്റ്. ആ 2 സീറ്റ് NDAക്ക് എങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ സീറ്റ് വെച്ച് നോക്കുമ്പോൾ അതിശയകരമായിരിക്കും. ഈ കണക്ക് 140 മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല ഹോംവർക്ക് ചെയ്തിട്ട് നിലവിലെ കണക്ക് തയ്യാറാക്കിയ മനോരമയുടെ ഈ വാർത്തയിലെ ഈ കണക്കുകൾ, ഞാൻ അവർ റിസർച്ച് ചെയ്ത കണക്കുകൾ, നമ്മൾ ഈ തരംഗ സ്വഭാവമില്ല എന്ന് പറയാൻ അടിസ്ഥാനമാക്കിയ കണക്ക്, ഓരോ മണ്ഡലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. 140 മണ്ഡലമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോരുത്തരുടെയും മണ്ഡലങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരുടെയും മണ്ഡലങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരും. അതിലേക്ക് പോയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. മഞ്ചേശ്വരത്ത് UDF-നാണ് ലീഡ്, 20,016 വോട്ടിൻ്റെ ലീഡ്. കാസർഗോഡ് UDF-നാണ് ലീഡ്, 26,403 വോട്ടിൻ്റെ ലീഡ്. ഉദുമ 685 വോട്ടിൻ്റെ ലീഡ്. നിലവിൽ LDF-ൻ്റെ മണ്ഡലങ്ങൾ ഇതിലുണ്ട്. കാഞ്ഞങ്ങാട് 14,915 വോട്ടിൻ്റെ ലീഡിന് LDF. തൃക്കരിപ്പൂർ LDF-നാണ് ലീഡ്, 11,948. ധർമ്മടം, പിണറായി വിജയൻ്റെ മണ്ഡലം,
16,500 വോട്ടിന് ധർമ്മടത്ത് LDF. ഇനി കണ്ണൂരിലേക്ക് കടന്നാൽ കണ്ണൂർ മണ്ഡലം UDF ആണ്, 8,350 വോട്ടിൻ്റെ ലീഡ്. പയ്യന്നൂർ LDF 34,807. മട്ടന്നൂർ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, അതുകൊണ്ട് ഇതിനകത്ത് അവർ ആ വോട്ട് കണക്ക് വെച്ചിട്ടില്ല, നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്തതുകൊണ്ട്. എന്നാൽ അത് മട്ടന്നൂർ LDFനാണ്. തലശ്ശേരി 40,586. തളിപ്പറമ്പ് UDFനാണ്. തലശ്ശേരി LDFനാണ് കേട്ടോ. തളിപ്പറമ്പ് UDFനാണ് 2,116 വോട്ട്. പേരാവൂർ UDF 11,233 വോട്ട്. കല്യാശ്ശേരി LDF 16,781 വോട്ട്. അഴീക്കോട് UDF 2,019 വോട്ട്. ഇരിക്കൂർ UDF 31,078 വോട്ട്. കൂത്തുപറമ്പ് LDF 11,524 വോട്ട്. കൽപ്പറ്റ UDF 10,682 വോട്ട്. ബത്തേരി UDF 2,781 വോട്ട്. മാനന്തവാടി UDF 11,548 വോട്ട്. നാദാപുരം UDF 5,365 വോട്ട്. കുറ്റ്യാടി UDF 4,558. വടകര UDF 7,994 വോട്ട്. ബാലുശ്ശേരി UDF 12,408 വോട്ട്. പേരാമ്പ്ര UDF 10,923 വോട്ട്. കൊയിലാണ്ടി UDF 3,924 വോട്ട്. കൊടുവള്ളി UDF 20,417 വോട്ട്. എലത്തൂർ LDF 5,938 വോട്ട്. കോഴിക്കോട് നോർത്ത് LDF 5,001. കോഴിക്കോട് സൗത്ത് UDF 8,192. തിരുവമ്പാടി UDF 24,197. കുന്നമംഗലം UDF 12,685. ബേപ്പൂർ LDF 1,340. താനൂർ UDF 16,763 വോട്ടിന് ഭൂരിപക്ഷം. പങ്കട UDF 31,676. വേങ്ങര UDF 45,873. പൊന്നാനി UDF 1,278. നിലമ്പൂർ UDF 19,269. വണ്ടൂർ UDF 28,365. കോട്ടക്കൽ UDF 29,030. ഏറനാട് UDF 23,104. കൊണ്ടോട്ടി UDF 27,377. വള്ളിക്കുന്ന് UDF 32,296. തിരൂരങ്ങാടി UDF 34,379. മലപ്പുറം UDF 41,838. തവനൂർ UDF 9,492. പെരിന്തൽമണ്ണ UDF 16,833. തിരൂർ UDF 32,653. മഞ്ചേരി UDF 33,451. പാലക്കാട് UDF 5,939. നിയമസഭയാണ്, പാലക്കാട് നിയമസഭയിലെ നിലവിലെ സ്ഥിതിയാണ്. നിങ്ങൾ ഓർമ്മയുണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര വോട്ടിനാണ് വിജയിച്ചത് എന്ന്. മലമ്പുഴ LDF 21,652. കോങ്ങാട് LDF 6,361. തൃത്താല UDF 6,321. MP രാജേഷിൻ്റെ മണ്ഡലം. ആലത്തൂർ LDF 18,227. ചിറ്റൂർ LDF 6,735. നെന്മാറ LDF 11,428. തരൂർ LDF 8,047. ഷൊർണൂർ LDF 23,149. പട്ടാമ്പി UDF 10,141. മണ്ണാർക്കാട് UDF 16,854. ഒറ്റപ്പാലം LDF 15,379. തൃശ്ശൂർ UDF 9,966. നാട്ടിക LDF 4,706. ഗുരുവായൂർ LDF 1,281. മണലൂർ LDF 8,631. കുന്നംകുളം LDF 12,418. വടക്കാഞ്ചേരി LDF 1,146. ചേലക്കര LDF 940. കൊടുങ്ങല്ലൂർ LDF 9,804. കയ്പമംഗലം LDF 18,696. ചാലക്കുടി UDF 11,882. ഇരിങ്ങാലക്കുട LDF 6,688. പുതുക്കാട് LDF 9,753. ഒല്ലൂർ LDF 1,466. അങ്കമാലി UDF 12,249. ആലുവ UDF 11,849. തൃക്കാക്കര UDF 15,293. എറണാകുളം UDF 15,384. തൃപ്പൂണിത്തറ UDF 243 വോട്ടിന്. കളമശ്ശേരി UDF 14,242. കൊച്ചി UDF 9,273. വൈപ്പിൻ UDF 5,320. പറവൂർ UDF 10,586. കുന്നത്തുനാട് UDF 12,874. പെരുമ്പാവൂർ UDF 11,876. പിറവം UDF 12,714. മൂവാറ്റുപുഴ UDF 14,487. കോതമംഗലം UDF 14,137. തൊടുപുഴ UDF 17,848. ദേവികുളം UDF 5,423. ഇടുക്കി UDF 15,750. ഉടുമ്പൻചോല LDF 5,621. പീരുമേട് UDF 6,124. പാല LDF 1,518. കടുത്തുരുത്തി
പള്ളുരുത്തി UDF 2480, വൈക്കം LDF 2238, ഏറ്റുമാനൂർ UDF 1331, കോട്ടയം UDF 4202, പുതുപ്പള്ളി UDF 14290, ചങ്ങനാശ്ശേരി UDF 1190, കാഞ്ഞിരപ്പള്ളി LDF 6083, പൂഞ്ഞാർ UDF 4321, ചേർത്തല LDF 12710, അരൂർ UDF 525, കുട്ടനാട് LDF 503, മാവേലിക്കര LDF 10902, കായംകുളം LDF 5145, ഹരിപ്പാട് UDF 4238, ചെങ്ങന്നൂർ LDF 1826, ആലപ്പുഴ LDF 3842, അമ്പലപ്പുഴ LDF 4682, റാന്നി UDF 10927, ആറന്മുള UDF 13572, അടൂർ UDF 618, തിരുവല്ല UDF 6725, കോന്നി UDF 324, കൊല്ലം LDF 2578, ഇരവിപുരം LDF 105, ചടയമംഗലം LDF 1193, ചവറ UDF 7796, കരുനാഗപ്പള്ളി UDF 4646, കുന്നത്തൂർ UDF 594, കൊട്ടാരക്കര LDF 144, പത്തനാപുരം UDF 2597, പുനലൂർ LDF 8370, പത്തനാപുരം UDF 2597, പുനലൂർ LDF 8370, ചാത്തന്നൂർ LDF 11652, കുണ്ടറ LDF 4258, വർക്കല LDF 3718, ആറ്റിങ്ങൽ LDF 12944, ചിറയൻകീഴ് UDF 640, നെടുമങ്ങാട് LDF 13115, വാമനപുരം LDF 905, കഴക്കൂട്ടം LDF 1909, വട്ടിയൂർക്കാവ് NDA BJP 2497 മാത്രം, തിരുവനന്തപുരം LDF 6346, നേമം BJP NDA 5049, അരുവിക്കര LDF 3854, പാറശാല LDF 12154, കാട്ടാക്കട LDF 8469, കോവളം LDF 3621, നെയ്യാറ്റിൻകര UDF 1556. ഇങ്ങനെയാണ് 140 സീറ്റുകളിൽ UDFൻ്റെ 80 സീറ്റ്, LDFൻ്റെ 52 സീറ്റ്, NDAയുടെ 2 സീറ്റ്. വസ്തുതാപരമായി പരിശോധിച്ചാൽ കുറെ കൂടി വിശ്വസനീയമായ നിലയിൽ നമുക്ക് സ്വയം വ്യാഖ്യാനിക്കാൻ അവസരം നൽകുന്നതാണ് ഈ കണക്ക്. പല സീറ്റുകളും 1000 താഴെ ഭൂരിപക്ഷമുള്ള സീറ്റുകളുണ്ട്. ഈ ഭൂരിപക്ഷ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒപ്പം ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ NDAയുടെയൊക്കെ വട്ടിയൂർക്കാവ് ഒക്കെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ജയസാധ്യത എന്തൊക്കെയാണ് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നതാണ്. ഒപ്പം നേമം പോലെയുള്ള മണ്ഡലങ്ങൾ, അത് കേരളത്തിലാകെ ഉള്ള മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പം വലിയ തോതിലുള്ള വ്യത്യാസമില്ലാത്ത ഒരു നിയമസഭയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഈ സീറ്റ് നിലയിൽ നിന്ന് മനസ്സിലാവും, നിലവിലെ വോട്ടിംഗ് നിലയിൽ നിന്ന് മനസ്സിലാവും. കേവലമായ തരംഗ എന്ന് നിർവചിക്കാവുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടല്ല നിലവിൽ ഉണ്ടായിട്ടുള്ളത്. വസ്തുതാപരമായി നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് LDFനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമാണ് ബോധ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. എങ്കിലും അത് കേവലമായ വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് ധരിച്ച് മുന്നോട്ട് പോകുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതുമല്ല. കാരണം മേൽക്കൈ UDFനാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലവിലെ അവസ്ഥയിൽ ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ LDFന് പലപ്പോഴും അവർ വിമർശിക്കപ്പെടുന്ന പല തട്ടിലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അനിവാര്യമാണ്. ഒപ്പം UDFനെ സംബന്ധിച്ചാണെങ്കിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. സ്വാഭാവികമായി പലപ്പോഴും അവർക്കിടയിൽ ഉണ്ടാകാനിടയുള്ള ചില നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയിൽ ചില പ്രതിസന്ധികളുണ്ട്, തർക്കങ്ങളുണ്ട്, കാലുവാരലുകളൊക്കെ ഉണ്ട്. അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള നിലയിൽ സതീശൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നേതൃത്വത്തെ പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ 3ാം ടേമിലും LDFൻ്റെ വരവ് എന്ന ഭീഷണി ഒരുപക്ഷെ UDFനെ സംബന്ധിച്ച് അതൊരു ഭീഷണിയാണ്. അത് ഒഴിഞ്ഞു പോയിട്ടില്ല. ഭരണപരമായ മികവ് ഇപ്പോഴും നിലനിൽക്കുകയും വൈകാരിക പ്രശ്നങ്ങളെ LDF അഡ്രസ്സ് ചെയ്യുന്നതിൽ വീഴ്ച വരികയും മതജാതി പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്ന ഘട്ടങ്ങളിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടികൾക്കുള്ള ഒരു കാരണം. നിരവധി കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായി നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിനപ്പുറത്ത് ഭരണ സംവിധാനങ്ങളുടെ ഉപയോഗം, അത് ജനങ്ങളിലേക്ക് എത്തിയ ശൈലി, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ഒക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് അവർ പോകുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് UDFനും LDFനും ഇത് സംബന്ധിച്ച് വലിയ അത്യധ്വാനം ആവശ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറി. ഒരു തദ്ദേശ റിസൾട്ട് അങ്ങനെ എളുപ്പത്തിൽ UDFന് കടന്നു കയറാവുന്ന തരംഗ സ്വഭാവമുള്ളതല്ല എന്ന് വ്യക്തം
വ്യക്തമാക്കുന്ന കണക്കാണ് പറഞ്ഞു എന്നുള്ളത് മാത്രം. അതേസമയം NDAക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇപ്പോഴും ഒരു ഏകീകരിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ കണക്ക് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്താണ് മനസ്സിലുള്ള തീരുമാനം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന് റിസൾട്ട് വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എങ്കിലും ഇത്തരം വിശകലനങ്ങൾ നമുക്ക് ഇനിയും നടത്തേണ്ടതുണ്ട്. കാണാം. നന്ദി, നമസ്കാരം.